കൊല്ലത്ത് ദേശീയപാത ഇടിഞ്ഞ് വീണ് താഴ്ന്നു പോകുന്ന സ്ഥിതിയാണ്. അപ്പോൾ നമ്മൾ ദേശീയപാതയ്ക്ക് വേണ്ടി സംസ്ഥാന സർക്കാർ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു. അതുപോലെ തന്നെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പൊതുമരാമത്ത് വകുപ്പ് തന്നെ നേരിട്ട് എല്ലായിടങ്ങളിലും വിശകലനങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു നിർമ്മാണത്തിന്റെ ഒരു അപാകത അത് സംസ്ഥാനത്തിന്റെ ഒരു മേൽനോട്ടം കൂടി വേണ്ടതല്ലേ? അതിന്റെ നിർമ്മാണ കാര്യങ്ങളൊക്കെ നിർവഹിക്കുന്നത് നാഷണൽ ഹൈവേ അതോറിറ്റി തന്നെയാണ്. തൽക്കാലം അതൊന്ന് കേരളത്തിലെ ഗവൺമെന്റ് പള്ളിക്കിടാം എന്നൊരു താല്പര്യത്തിന്റെ ഭാഗമാണ് ചോദ്യം എന്ന് മനസ്സിലായി. നാഷണൽ ഹൈവേ അതോറിറ്റിയാണ് എല്ലാം തീരുമാനിക്കുന്നതും എല്ലാ മേൽനോട്ടവും എല്ലാം. പക്ഷേ ഇതിനു മുന്നേ മുഖ്യമന്ത്രി ആയാലും മുഖ്യമന്ത്രിയുടെ മരുമോനായാലും കേന്ദ്ര സർക്കാർ ഒരു സഹായവും ചെയ്യുന്നില്ല എന്നുള്ളൊരു നിലപാടിൽ വരികയും ഞങ്ങൾ എന്നുവെച്ചാൽ സംസ്ഥാന സർക്കാരാണ് ബാക്കി എല്ലാ കാര്യങ്ങളും സ്ഥലമെടുക്കുന്നതാണെങ്കിലും ബാക്കി പരിപാടിയെല്ലാം ആണെങ്കിലും സംസ്ഥാന സർക്കാരാണെന്ന് പറയുകയും ചെയ്തിട്ടുണ്ട്. LDF സർക്കാരിനും ദേശീയപാത വികസനത്തിൽ എന്താണ് പങ്ക്? നമുക്കറിയാം, അതിൽ എല്ലാ നിലയിലും സംസ്ഥാന സർക്കാർ നടത്തിയ ഇടപെടൽ കേരളത്തിലെ മുഖ്യമന്ത്രി സംസ്ഥാനത്തെ വിവിധ വകുപ്പുകളെ ഏകോപിപ്പിച്ചുകൊണ്ട് യോഗങ്ങൾ ഇടയ്ക്കിടെ നടത്തി. എല്ലാ നിലയിലും മാതൃകാപരമാണെന്ന് എത്ര പേർ സൂചിപ്പിച്ചു. നൂറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള ഹിന്ദു പദ്ധതി NH-66 പ്രവൃത്തി കർണാടകയിൽ ഒച്ചിന്റെ വേഗത്തിൽ, എന്നാൽ കേരളത്തിൽ അതിവേഗം നടക്കുന്നു. കാരണം മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ സംസ്ഥാന സർക്കാരിന്റെ മാതൃകാപരമായ ഏകോപന നിശ്ചയദാർഢ്യത്തോടുകൂടിയുള്ള ഇടപെടലാണ് സൂചിപ്പിക്കുന്നത്. പിന്നെ മുഖ്യമന്ത്രി അറിയാത്തതായിരിക്കാം, മരുമോൻ പറയാത്തതായിരിക്കാം, മുഹമ്മദ് റിയാസ് എന്ന് പറയുന്ന താങ്കളുടെ മരുമകൻ പണി പൂർത്തിയായ, എനിക്ക് തോന്നുന്നു കോവളം ആ സൈഡൊക്കെ പണി പൂർത്തിയായ ടൈമിലാണെന്ന് തോന്നുന്നു നടന്ന് ഇത് ഞങ്ങൾ ചെയ്തതാണ്. നാഷണൽ ഹൈവേ അതോറിറ്റി അവർ നോക്കേണ്ടതല്ലേ? എല്ലാം അവരാകുമ്പോൾ പിന്നെ ക്രെഡിറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് മാത്രം നമ്മൾ പോകേണ്ട കാര്യമുണ്ടോ? അന്ന് റിയാസും ഒരു കൂട്ടം ആൾക്കാരും കുറെ മാധ്യമ പടകളും ചേർന്നിട്ട് നടക്കുന്നു. ഇത് കണ്ടോളൂ, കേരളത്തിന്റെ മാറ്റം നല്ലതാണ്, നല്ലതല്ലാന്ന് പറയുന്നില്ല. അങ്ങേറ്റം ഇങ്ങേറ്റം നടന്ന ആ ഹൈവേയുടെ ഫുൾ ഒരു വിഷ്വൽ കാണിക്കും, നല്ല വിഷ്വൽ കാണിച്ചു. പക്ഷേ ഒരു പ്രശ്നമുള്ളത്, എന്തെങ്കിലും അതിലൊരു അപാകത വന്നു കഴിഞ്ഞാൽ, എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അത് നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ കീഴിൽ വരുന്നതാണ്, അവരുടെ ചുമതലയാണ്, അവരാണ് എല്ലാം നോക്കേണ്ടത്. പക്ഷേ അത് അടിപൊളി ആയി കഴിഞ്ഞാൽ, അത് അത്യാവശ്യം ക്ലിക്കായി നല്ലൊരു റോഡാണ് എന്നുള്ളത് ബാക്കിയുള്ളവർക്ക് മനസ്സിലായി കഴിഞ്ഞാൽ അവിടെ അതിൻ്റെ ഒരു ക്രെഡിറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് അമ്മായിപ്പനും മരുമകനും നല്ലപോലെ നോക്കുന്നുണ്ട്. ഞാൻ ഒരു പാർട്ടിയെ മാത്രം കുറ്റപ്പെടുന്നതല്ല. നമുക്ക് നല്ലത് ചെയ്യേണ്ട ആൾക്കാർ മോശം ചെയ്യുമ്പോൾ ഉള്ള കാര്യങ്ങൾ നമ്മൾ പറയണമല്ലോ. അതേ ഞാൻ പറയുന്നുള്ളൂ. രാജഭരണകാലമൊക്കെ മാറി, പക്ഷേ ഇന്നും ഇവിടെ രാജഭരണമാണ് അല്ലേ? ഞാൻ ഒരു ട്രെയിനാണ് ഇടേണ്ടായി UAE, അത് അബുദാബിയാണോ ദുബായിയാണോ അതെനിക്കറിയില്ല. അവിടെ രാജഭരണമാണ്, അവിടെ ഇപ്പോഴും രാജഭരണമാണ്. പക്ഷേ അവിടുത്തെ രാജാവ് റോഡിൽ പോകുമ്പോൾ ആഡംബര വാഹനങ്ങളില്ല, എസ്കോട്ടില്ല, ഒന്നുമില്ല. ഒരു വണ്ടിയിലെ ഈ രാജാവ് പോകുന്നു. അവിടുത്തെ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് പുള്ളിക്കാരൻ്റെ ആ രാജാവ് വണ്ടി നിർത്തി ബാക്കിയുള്ളവരെ എല്ലാം കഴിഞ്ഞിട്ട് അവർ പോകുന്നത്. അവരൊക്കെ എന്ന് പറയുമ്പോൾ അവരേക്ക് ആരെയും തട്ടിക്കൊണ്ട് പോയാലും അല്ലെങ്കിൽ വധഭീഷണി വന്നാലും അതിനൊക്കെ കാര്യമുണ്ട്. ഇവിടുത്തെ ഇവന്മാരൊന്നും റോഡ് ഇറങ്ങി നടന്നാൽ ഒരു പട്ടികളും തിരിഞ്ഞു പോകില്ല. പക്ഷേ പോകുമ്പോൾ ഒരു 40 വണ്ടി ഫ്രണ്ടിലെ എസ്കോട്ട്, ഒരു 50 വണ്ടി ഫ്രണ്ട് ബാക്കിൽ എസ്കോട്ട്, അതിലൊരു 3 ആംബുലൻസ്, മറ്റേ സർവൈലൻസിന്റെ വണ്ടി, ഫയർഫോഴ്സിന്റെ വണ്ടി. ആഡംബരം എന്ന് കഴിഞ്ഞാൽ ആഡംബരമാണ്, അങ്ങനത്തെ ആഡംബരമാണ്. ഇപ്പോൾ 1.10 കോടി രൂപ മുഖ്യമന്ത്രിക്ക് മാത്രം ഒരു വണ്ടി എടുക്കാനായിട്ട്. ഇവിടെ ബാക്കിയുള്ളവർ ഊമ്പി തെറ്റി നടക്കുന്ന ടൈമാണ്. മുഖ്യമന്ത്രിക്ക് പുതിയ വണ്ടി നല്ല ഡിഫൻഡർ എടുക്കാനായിരിക്കും. മരുമോനെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വലിയ പ്രശ്നക്കാരാണ്. അപ്പോൾ ഇതേ ഉള്ളൂ ഞാൻ പറഞ്ഞത്. റോഡ് നന്നായാൽ അത് സംസ്ഥാന സർക്കാർ, റോഡ് മോശമായാൽ അത് നാഷണൽ ഹൈവേ അതോറിറ്റി. എന്തായാലും കൊള്ളാം.